ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് കേട്ടോ ന്യൂസിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ജസ്റ്റ് മിന്നുവിനെ ഒന്ന് കാണിച്ചു. 2-3 ദിവസമായിട്ട് പനിയും അതുപോലെ തന്നെ വയറുവേദനയും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെയും കാണിച്ച് ഞങ്ങളിതാ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ മിന്നുവിനുള്ള മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നത്. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ലിഫ്റ്റിൽ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ്പ്രഷൻ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് പോയിട്ട് തന്നെ കാണാം. അപ്പോൾ നേരെ ലിഫ്റ്റിലേക്ക് പോവാം, ലിഫ്റ്റിലേക്ക് കയറാം. ലിഫ്റ്റിലേക്ക് കയറി സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ അതിനുള്ളത്. കുട്ടികൾക്കുള്ള വാർഡും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഫ്ലോറിലാണ്. മിന്നുവിന് നല്ല ക്ഷീണം കേട്ടോ. രാവിലെ വൈകിട്ട് ഇവിടുന്ന് പോകുമ്പോഴേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ മിന്നു നല്ല സൈലൻ്റാണ്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലെത്തി അയിനൂനൊന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിന്നുവിന് സമാധാനമാവും. അപ്പോൾ ഞങ്ങളിതാ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അയിനൂസിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ശിശുരോഗ വിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർഡ് തന്നെയുണ്ട്. ആ വാർഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിന് കാണുമ്പോഴുള്ള അതിനുൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിനുടെ കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ നമുക്ക് ആരോടൊക്കെ സംസാരിച്ചുകൊണ്ട് വീഡിയോ കാണാം. പേരെന്താ? ഐഡസിന്റെ ഫ്രണ്ടാ? എനിക്ക് എത്ര ചെക്കായിമാരാടാ. പറയുന്നുണ്ട് പാടാതെ. അതെ അതൊക്കെയാ പോകും. അങ്ങനെ ഏകദേശം സമയം 8:45. അപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഐനൂസിനെ കാണാതെ വേണം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇറങ്ങാൻ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങി. അങ്ങനെ മിന്നുവിന് മസാല ദോശ വേണമെന്ന് പറഞ്ഞ് നമ്മളൊരു വെജിറ്റബിൾ ഷോപ്പിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഉടുപ്പി എന്ന് പറഞ്ഞ വെജിറ്റബിൾ ഷോപ്പിലേക്കാണ് നമ്മൾ കയറിയത്. അതിനതാ ഞങ്ങൾ ഹോട്ടലിൽ കയറി. അപ്പോൾ കാക്കു വാഷ്റൂമിലേക്ക് പോയ സമയത്ത് ഒരിൻ്റെ അടുത്ത് വന്ന് എന്താ വേണ്ടിയതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് കാക്ക് വരട്ടെ, ആള് വരാണ്ട് എന്നൊക്കെ പറഞ്ഞ് അല്ല ഞാൻ കാക്കുവിനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെതാ നമുക്ക് വലിയ വെള്ളമൊക്കെ കൊടുക്കുന്നു കേട്ടോ, ചൂടുവെള്ളം. അപ്പം അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഞാനും വോയിസ് കേൾക്കുന്നുണ്ട്, കാക്കു വോയിസ് ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉടുപ്പി നമ്മൾ ആദ്യം തൊട്ടേ ഉടുപ്പിയിലാണ് കേട്ടോ. ടൗണിൽ വരുന്ന സമയത്ത് മസാല ദോശയും അതുപോലെ തന്നെ നെയ് റോസ്റ്റെല്ലാം കഴിക്കാൻ വരുന്നത്. നല്ല അടിപൊളി ഫുഡാണ്, ഫുൾ വെജാണ്, നോൺ വെജ്, ഫുൾ വെജായിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടും.
അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വടയാണ് കാണുന്നത്. വട കണ്ടതിന് ശേഷം പിന്നെ ആണ് ദോശ കാണിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ദോശ നെയ്റോസ്റ്റ് കഴിക്കാൻ പ്രധാനത ഈ വടയാണ് കേട്ടോ. ഈ വട കിട്ടുന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഇവിടേക്ക് വരുന്നത്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ വടയും ചമ്മന്തിയൊക്കെ കൂട്ടി തിന്നാൻ. ഏകദേശം നമ്മളെ ഭക്ഷണം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഉടുപ്പി എന്ന് പറയുന്ന ഹോട്ടൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചുങ്കം ബസ് സ്റ്റാൻഡ് എത്തുന്നതിൻ്റെ മുമ്പ് വലത്തേ സൈഡിൽ വലിയൊരു ബോർഡ് കാണാം, ഉടുപ്പി ഹോട്ടൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എന്തായാലും ഇതാ മെനു കഴിച്ച് കഴിഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.